ഹലോ നമസ്കാരം കൂട്ടുകാരെ, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ആധാർ കാർഡിന്റെ റിക്രൂട്ട്മെന്റ് ആണ്. ഇതിന് മുന്നിൽ ഞാൻ പലതവണ ചെയ്തിട്ടുണ്ട്, പക്ഷെ അധികം ആൾക്കാർ കാണാറില്ല. നിങ്ങൾക്ക് ഇതിന്റെ ആ ഒരു ഇമ്പോർട്ടന്റ് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നിങ്ങൾ ഇത് കാണുകയോ അല്ലെങ്കിൽ അതിൽ അപ്ലൈ ചെയ്യുകയോ ചെയ്യാത്തത്. ആധാർ കാർഡിൽ നിങ്ങൾക്ക് ആധാർ കാർഡിന്റെ ആ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റും. ആധാർ കാർഡിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നതിന് നിങ്ങൾക്ക് എക്സാം ഇല്ല, അതുപോലെ തന്നെ നിങ്ങൾ ഒരു ഫീസും കൊടുക്കണം. ആധാർ കാർഡ് റിക്രൂട്ട്മെന്റ് 2026 ഇത് നിങ്ങൾക്ക് എക്സാം ഇല്ല, നിങ്ങൾക്ക് ഫീസും ഒന്നുമില്ല, അതുപോലെ നിങ്ങൾക്ക് ഇന്റർവ്യൂ ഇല്ല. ഈ 3 കാര്യങ്ങൾ നമ്മൾ പേടിക്കും. നമ്മുടെ ഏതെങ്കിലും ഇന്റർവ്യൂ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ പേടിക്കുന്ന കാര്യങ്ങളാണ്. ഒന്ന് എക്സാം, രണ്ടാമത് നമ്മൾ ഫീസ് കൊടുക്കേണ്ടതായിട്ട് വരും, മൂന്നാമത് നമുക്ക് ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. ഈ കാര്യങ്ങൾ ഒന്നുമില്ല, നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റിയ കാര്യമാണ്. ഇതിന്റെ വേക്കൻസി കേരളത്തിലും ഉണ്ട്. നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഞാൻ കാണിക്കാം. നിങ്ങളെ ആ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് അപ്ലൈ ചെയ്യുവാനുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. കേരളത്തിൽ ഏതൊക്കെ വേക്കൻസി ഉണ്ട്, ഏതൊക്കെ ഡിസ്ട്രിക്റ്റിലുണ്ട്, ഏതൊക്കെ ലൊക്കേഷൻ ഉണ്ട് എന്നുള്ള ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾക്ക് എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്തായിരിക്കണം. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇതിനകത്ത് എക്സാം ഇല്ല, ഇന്റർവ്യൂ ഇല്ല, അല്ലെങ്കിൽ ഫീസ് ഇല്ലെന്ന്. പക്ഷേ അതും കൂടാതെ നമുക്ക് നമ്മുടെ ഏജ് എന്തായിരിക്കണം, അല്ലെങ്കിൽ സിറ്റിസൺ ഏതായിരിക്കണം, അല്ലെങ്കിൽ ഏത് നമുക്ക് ഏത് ക്വാളിഫിക്കേഷൻ എന്താ ഉണ്ടായിരിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അത് നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യുന്നതായിരിക്കും. കേരളത്തിലും വേക്കൻസി ഉണ്ട്. നിങ്ങൾക്ക് ഇതിനകത്ത് പ്രഷറായിട്ടുള്ള ആളിനും അപ്ലൈ ചെയ്യാം, എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്കും അപ്ലൈ ചെയ്യാം. ആൾ ഇന്ത്യ മെയിൽ ഫീമെയിലിന് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ്, നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന്റെ ലാസ്റ്റ് ഡേറ്റ് 31 ജാനുവരിയാണ്. ഈ മാസം 31 വരെയുണ്ട്. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനൊക്കെ കാര്യങ്ങളാണെങ്കിലും നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റുകയില്ലാത്ത 1-2 കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത് എങ്ങനെ ഇതിന് അപ്ലൈ, നിങ്ങളെ ആ ഒരു നോട്ടിഫിക്കേഷൻ, ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കാണിച്ച് അപ്ലൈ ലിങ്ക് കാണിച്ച് അവിടെ എങ്ങനെ അപ്ലൈ ചെയ്യുന്ന നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ആ ഒരു അപ്ലൈ ചെയ്യുവാൻ വേണ്ടിയിട്ട് അവരെന്തൊക്കെയാണ് കാര്യങ്ങൾ ചോദിക്കുന്നത്, അത് നമുക്ക് എങ്ങനെ സംഘടിപ്പിക്കാൻ പറ്റും എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. ഈ ഒരു കാര്യം വളരെ വളരെ നിസ്സാരമായിട്ട് നിങ്ങൾ തള്ളിക്കളയരുത്. അല്ലെങ്കിൽ ഇതിനകത്ത് അപ്ലൈ ചെയ്യാനായിട്ട് വളരെ നിസ്സാരമാണ്. ഇപ്പൊ മറ്റുള്ള കാര്യങ്ങളിലേക്ക് കിടക്കുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ഉള്ളത്, നിങ്ങൾ എന്റെ ചാനലിൽ ആദ്യമാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ ഹൈപ്പും ലൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇതുപോലുള്ള വേക്കൻസി ഒക്കെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുമ്പോൾ നിങ്ങൾ തരുന്ന ഒരു മോട്ടിവേഷൻ ആണ്. ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളത്. അത് നിങ്ങൾ ചെയ്യുക. അപ്പൊ ഇതിലേക്ക് നമ്മൾ വരുമ്പോൾ നോക്കണേ, ഇവിടെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് അപ്ലൈ ഓൺലൈൻ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് അവിടെ എന്താണ് ചോദിക്കുന്നത് നിങ്ങൾക്ക് അറിയാം, അത് അപ്ലൈ ചെയ്താൽ മതി. നോട്ടിഫിക്കേഷൻ ഉണ്ട്, അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് നോട്ടിഫിക്കേഷൻ നോക്കാം. നിങ്ങൾക്ക് പ്രധാനമായിട്ടുള്ളത് ആധാർ സൂപ്പർവൈസർ സർട്ടിഫിക്കറ്റ് എക്സാം. അപ്പൊ നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആധാർ സൂപ്പർവൈസർ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതിലൊരു എക്സാം ഉണ്ട്, ആ എക്സാം നിങ്ങൾ പാസ്സായിരിക്കണം. ആ എക്സാമിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് അവരുടെ ആ നോട്ടിഫിക്കേഷനിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു ആധാർ സൂപ്പർവൈസറിന്റെ നമുക്ക് അപ്ലൈ ചെയ്യാൻ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങളെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഏതൊക്കെ കാര്യങ്ങൾ പഠിക്കണം, ആ കാര്യങ്ങൾ അവിടെ പ്രത്യേകം പറയുന്നുണ്ട്. നിങ്ങൾ ഈ കാര്യങ്ങൾ മാത്രമേ പഠിക്കാവുള്ളൂ. ഇതിനകത്ത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരും. അപ്പൊ ആധാർ സൂപ്പർവൈസർ അല്ലെങ്കിൽ ഓപ്പറേറ്ററുടെ ആ ഒരു വേക്കൻസി നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ എന്തൊക്കെയാ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ആധാർ കാർഡിന്റെ ആ ഡിപ്പാർട്ട്മെന്റ് നമ്മളിപ്പം നമ്മുടെ ആധാർ കാർഡിന്റെ മൊബൈൽ നമ്പർ നമ്മൾ ചേഞ്ച് ചെയ്യിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഫോട്ടോ ഇത്ര വർഷം കൂടിയിരിക്കുമ്പോൾ ഫോട്ടോ അതിനകത്ത് റിന്യൂ ചെയ്യണമെന്നുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യണം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ പോകാം. അപ്പൊ അവിടെ ഇരിക്കുന്നവരെല്ലാം ഇത് കണക്കുള്ള ഈ സർട്ടിഫിക്കറ്റ് പാസ്സായിട്ട്, അല്ലാതെ ഡയറക്റ്റ് ഗവൺമെന്റിന്റെ എംപ്ലോയീസ് അല്ല. അവർ ഇത് കണക്കുള്ള സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കി, ആധാർ സൂപ്പർവൈസർ സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കിയിട്ടുള്ളവരാണ്. അപ്പൊ അതുകൊണ്ടാണ് അവരിവിടെ നിന്ന് നിങ്ങളുടെ ഈ കാര്യങ്ങൾ, അവർക്ക് അത് കാര്യങ്ങൾ അറിയാം എങ്ങനെയാ ചെയ്യേണ്ടത്. നമുക്കത് അറിയത്തില്ല. ആ ഒരു ട്രെയിനിങ് ആണ് നിങ്ങൾ പാസ്സാകേണ്ടത്. അപ്പൊ ഈ ആധാർ സൂപ്പർവൈസർ സർട്ടിഫിക്കറ്റ് കിട്ടുവാനായിട്ട് അതിനകത്ത് നിങ്ങൾക്കുള്ള LML സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഈ LML സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോക്കൽ ലാംഗ്വേജിൽ നമുക്കുള്ള ആ ഒരു പ്രാവീണ്യം, അല്ലെങ്കിൽ ആധാർ കാർഡിനെ പറ്റിയൊക്കെ നമുക്കൊരു ചെറിയ ട്രെയിനിങ് തരിക. ആ ട്രെയിനിങ് നമ്മൾ എങ്ങും പോകേണ്ട, ഓൺലൈനായിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിൽ തന്നെയുള്ള ഒരു ട്രെയിനിങ് ആണ്. ആ ട്രെയിനിങ് നമ്മൾ കണ്ടു കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് ചില ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ട്. ആ ഒരു വെബ്സൈറ്റിൽ പോയിട്ട് നമ്മൾ ആ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യണം. അല്ലാതെ അവിടെ ടെസ്റ്റ് ഒന്നുമില്ല. ആ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു സർട്ടിഫിക്കറ്റ്
സർട്ടിഫിക്കറ്റ് കിട്ടും. അതാണ് LML സർട്ടിഫിക്കറ്റ്. അപ്പൊ LML സർട്ടിഫിക്കറ്റ് കിട്ടാനായിട്ട് ഞാൻ ഇത്രയും ഞാൻ പറഞ്ഞപ്പോ തന്നെ ഇത് വളരെ സങ്കീർണമാണ് ഇട്ട് നിങ്ങൾക്ക് തോന്നും. പക്ഷെ വളരെ നിസാരമാണ്. LML സർട്ടിഫിക്കറ്റ് കിട്ടാനായിട്ട് ഈ ഒരു വെബ്സൈറ്റിലേക്ക് വേണം. ഈ വെബ്സൈറ്റിലേക്ക് വരുവാൻ വേണ്ടി ഇന്ത്യ CSE ഹെൽപ്പ് എന്ന് നിങ്ങൾ ഗൂഗിൾ ക്രോമിൽ എഴുതി എൻ്റർ ചെയ്താൽ നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റിലേക്ക് വരും. ഇവിടെ പറയുന്നുണ്ട് ആധാർ LML സർട്ടിഫിക്കറ്റ്. ഈ LML സർട്ടിഫിക്കറ്റ് ഇല്ലാതെ നമുക്ക് എക്സാം അപ്പിയർ ചെയ്യാൻ പറ്റത്തില്ല. എക്സാം നമ്മൾ എൻ്റർ ആകുന്നതിന് അധികം പൈസ 100, 500, 550 രൂപയുടെ കാര്യമേ ഉള്ളൂ. അത് നമ്മൾ കൊടുത്തിട്ട് എക്സാം, ബാക്കിയുള്ള പഠിക്കേണ്ട കാര്യങ്ങളെല്ലാം വളരെ ലഘുവായ കാര്യങ്ങളാണ്. അത് പഠിച്ച് നമ്മൾ അപ്ലൈ ചെയ്ത് നമുക്ക് 55 മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ആധാർ സർട്ടിഫിക്കറ്റ് കിട്ടും. പിന്നെ നമുക്ക് സുഖമായിട്ട് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇവിടെ പറയുന്നുണ്ട് ആധാർ LML സർട്ടിഫിക്കറ്റ് ID പാസ്വേഡ് കൈസേ ബനായ് എന്ന് പറഞ്ഞാൽ LML സർട്ടിഫിക്കറ്റിന്റെ ID പാസ്വേഡ് എങ്ങനെ ഉണ്ടാക്കാവുന്നതാണ്. അപ്പൊ നമ്മൾ LML സർട്ടിഫിക്കറ്റിന്റെ ആ ഒരു അപ്ലൈ ചെയ്യാൻ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ നമുക്ക് ID-യും ഇല്ല, പാസ്വേഡും ഇല്ല. അപ്പൊ ഈ ID പാസ്വേഡ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിത് കിട്ടേണ്ടത് ഡിസ്ട്രിക്ട് മാനേജറിൽ നിന്നാണ്. അപ്പൊ ഈ ഡിസ്ട്രിക്ട് മാനേജർ ആരാണ്, എന്താണ്, നമുക്ക് എങ്ങനെ കിട്ടും എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ താഴോട്ട് വരിക. ഇവിടെ അധികം കാര്യങ്ങളിൽ നിങ്ങൾ പോകണ്ട. ഇവിടെ CSE ഡിസ്ട്രിക്ട് മാനേജർ എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ CSE ഡിസ്ട്രിക്ട് മാനേജർ എന്ന് താഴെയുണ്ട്. ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. CSE ഡിസ്ട്രിക്ട് മാനേജറിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു പേജിലേക്കാണ് വരുന്നത്. ഇവിടെ ഞാൻ ഇച്ചിരി വലുതായിട്ട് നിങ്ങളെ കാണിക്കാം. ഇവിടെ നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ ഡിസ്ട്രിക്റ്റിലെയും മാനേജർമാരുടെ കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ആന്ധ്രാപ്രദേശിന്റെ ഉണ്ട്, അരുണാചൽ പ്രദേശിന്റെ ഉണ്ട്, ഹരിയാനയുണ്ട്, ഹിമാലയുണ്ട്, ഇത് കേരളയുണ്ട്. കേരളത്തിൽ വരുമ്പോഴത്തേക്ക് ജിജോ ചാക്കോ ഈ ഫോൺ നമ്പർ തന്നിട്ടുണ്ട്, ഈ ഇമെയിൽ ID തന്നിട്ടുണ്ട്. ഇത് അസിസ്റ്റന്റ് മാനേജറാണ്. ഈ മൊബൈൽ നമ്പർ ഉണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് മൊബൈൽ നമ്പറിൽ ഫോൺ ചെയ്ത് ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇമെയിൽ ID-യിലൂടെ നിങ്ങൾക്ക് സമ്പർക്കപ്പെടാം, അവരോട് കാര്യങ്ങൾ ചോദിക്കാം. അവർ നിങ്ങൾക്ക് നിങ്ങൾക്ക് പാസ്വേഡും ലോഗിന്റെയും പാസ്വേഡ് നിങ്ങൾക്ക് ഇവർ പ്രൊവൈഡ് ചെയ്യും. അപ്പൊ ഈ ഒരു കാര്യമേ ഉള്ളൂ. പക്ഷെ ചിലപ്പോൾ നമുക്ക് ഇച്ചിരി സമയം എടുക്കാം. അവർ നമ്മൾ വിളിച്ച ഉടനെ ഫോൺ എടുക്കണമെന്നില്ല, ഇമെയിൽ ചെയ്ത ഉടനെ അതിന്റെ ആ ഒരു റിപ്ലൈ തരണമെന്നില്ല. അപ്പൊ LML സർട്ടിഫിക്കറ്റ് ഇങ്ങനെയാ കിട്ടുന്നത്. LML സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ആധാർ കാർഡിന്റെ എക്സാം എങ്ങനെയാ ചെയ്യുന്നെന്നുള്ളത് നിങ്ങൾക്ക് LML സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടിയാൽ, അല്ലെങ്കിൽ LML സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. ഈ രണ്ടിന്റെ ലിങ്ക് ഞാൻ തന്ന് ഇതിനുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. ഇപ്പൊ നമുക്ക് ഈ വീഡിയോയിൽ ഈ ആധാർ സൂപ്പർവൈസർ ഓപ്പറേറ്ററുടെ എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പൊ ഞാൻ തന്നിരിക്കുന്ന അപ്ലൈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റിലേക്കാണ് വരുന്നത്. ഇവിടെ പറയുന്നുണ്ട് ആന്ധ്രാപ്രദേശ് ആധാർ സൂപ്പർവൈസർ ഓപ്പറേറ്റർ. ഇവിടെ കൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്ലൈ നൗ എന്നുണ്ട്. പിന്നെ ആസാമിന്റെ ഉണ്ട്, ബീഹാറിനുണ്ട്, ഛത്തീസ്ഗഡിനുണ്ട്, ഗുജറാത്തുണ്ട്, ഹരിയാനയുണ്ട്, കർണാടകയുണ്ട്, കേരളത്തിലുണ്ട്. കേരളത്തിൽ ആധാർ സൂപ്പർവൈസർ ഓപ്പറേറ്റർ ഡിസ്ട്രിക്ട് തലത്തിലുള്ളതാണ്. 27 ഡിസംബറിനാണ് ഇത് പബ്ലിഷ് ആയത്. 31 ജനുവരി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്ലൈ നൗവിൽ എന്നുള്ളത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ അതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽ എല്ലാം നിങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട് ഈ വെബ്സൈറ്റിൽ. അതായത് സ്റ്റേറ്റ് കേരള വന്ന്, അതുകൂടാതെ നമ്പർ ഓഫ് വേക്കൻസി ഇവിടെ പറയുന്നുണ്ട്. ഏതൊക്കെ ആലപ്പുഴയിലുണ്ട്, ഇടുക്കിയിലുണ്ട്, കണ്ണൂരുണ്ട്, കാസർഗോഡുണ്ട്, കൊല്ലമുണ്ട്, കോഴിക്കോടുണ്ട്, പാലക്കാട്, പത്തനംതിട്ട, തൃശൂർ, തിരുവനന്തപുരം, വയനാട്. നിങ്ങൾ ഒരല്പം പ്രയാസം അനുഭവിച്ചാൽ നിങ്ങളുടെ വീടിനടുത്ത് തന്നെ നിങ്ങൾക്ക് ജോലി ചെയ്യാം. നിങ്ങൾ ജോലി ഇല്ലാത്തവരാണെങ്കിൽ, ജോലിയുള്ളവരാണെങ്കിൽ നിങ്ങൾ ഇതിനു വേണ്ടി ശ്രമിക്കരുത്. ആപ്ലിക്കേഷൻ ആർ ഇൻവൈറ്റഡ് ഫോർ ദ ആധാർ ഓപ്പറേറ്റർ സൂപ്പർവൈസർ ഇൻ ആധാർ സേവാ കേന്ദ്ര ഇവിടെ പറയുന്നുണ്ട്. ഇനി ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വലിയ പഠിത്തമൊന്നും വേണമെന്നില്ലെന്ന്. മിനിമം നിങ്ങൾക്ക് 18 വയസ്സുണ്ടായിരിക്കണമെന്നേ ഉള്ളൂ. നിങ്ങൾ 12ാം ക്ലാസ് പാസ്സായെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. 10ാം ക്ലാസ്സുകാർക്ക് പറ്റത്തില്ല. 10ാം ക്ലാസ്സുകാർക്ക് നിങ്ങൾക്ക് ITI പാസ്സായെങ്കിൽ 10ാം ക്ലാസ്സുകാർക്കും പറ്റും. 12ാം ക്ലാസ് പാസ്സായെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. മെട്രിക്കുലേഷൻ പ്ലസ് 2 ഇയർ ITI, നിങ്ങൾ മെട്രിക്കുലേഷനും 2 വർഷത്തെ ITI പാസ്സായിട്ടുണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. മെട്രിക്കുലേഷൻ പ്ലസ് 3 ഇയർ പോളിടെക്നിക് ഡിപ്ലോമയുള്ളവർക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇവർ പറയുന്നുണ്ട് കാൻഡിഡേറ്റ് ഷുഡ് ഹാവ് ആധാർ ഓപ്പറേറ്റർ സൂപ്പർവൈസർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ ദ ടെസ്റ്റിംഗ് ആൻഡ് സർട്ടിഫൈങ് ഏജൻസി അതോറൈസ്ഡ് ബൈ UIDAI ഫോർ ഡെലിവറിങ് ആധാർ സർവീസ്. നിങ്ങൾക്ക് ഇതിനകത്ത് അപ്ലൈ, ഞാൻ അതാ നേരത്തെ പറഞ്ഞു, LML സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ആധാർ സൂപ്പർവൈസർ ഓപ്പറേറ്ററുടെ വേക്കൻസിക്ക് അങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്നുള്ള കാര്യം. അത് കിട്ടിയാലേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ നിങ്ങൾ ഇപ്പൊ എല്ലാ ഒരു 1-2 മാസം കൂടിയിരിക്കുമ്പോൾ വേക്കൻസി ഇഷ്ടം പോലെ വരുന്നുണ്ട്. ഒരുപാട് വേക്കൻസി, 3000 കൂടുതൽ വേക്കൻസി ഈ പ്രാവശ്യവും വന്നിട്ടുണ്ട്. നിങ്ങൾ ജോലി ഇല്ലാത്തവരാ, നിങ്ങൾ 12ാം ക്ലാസ് പാസ്സായവരാ, നിങ്ങൾ ഗ്രാജുവേറ്റ് പാസ്സായവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിൽ അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ വേറെ
നിങ്ങൾ ശ്രമിക്കുന്നതിനെക്കാട്ടി മുന്നേ നിങ്ങൾ ഇത് ശ്രമിക്കണം. നിങ്ങൾക്ക് ഈ ആധാർ സൂപ്പർവൈസർ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ പറയുന്നത്. എപ്പോഴും ഇതിന്റെ വേക്കൻസി എപ്പോഴും ഉണ്ട്, ഫില്ലാകുന്നില്ല. വേക്കൻസി ഫില്ലാകുന്നില്ല, വീണ്ടും വീണ്ടും അവർ ഈ സർക്കുലർ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. Other terms and conditions, you can take the Aadhaar supervisor exam through this link. ഈ ലിങ്കിലൂടെ നിങ്ങൾക്ക് ആധാർ സൂപ്പർവൈസറിന്റെ ആ എക്സാം നിങ്ങൾക്ക് പാസ്സാകാൻ പറ്റും. നിങ്ങൾ ഇവിടെ വന്നിട്ട് ഈ അപ്ലൈ നൗവിൽ ക്ലിക്ക് ചെയ്യുക. അപ്ലൈ നൗവിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ അധികം കാര്യങ്ങൾ ചോദിക്കുന്നില്ല. നിങ്ങളുടെ പേര് ചോദിക്കുന്നു, മൊബൈൽ നമ്പർ ചോദിക്കുന്നു, ഇമെയിൽ ഐ ഡി ചോദിക്കുന്നു, പാൻ കാർഡ് ചോദിക്കുന്നു, ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്, ഡേറ്റ് അപ്ലൈഡ് ഫോർ സെലക്ടഡ് സ്റ്റേറ്റ് അപ്ലൈഡ് ഫോർ സെലക്ട്. നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ കേരളം നിങ്ങൾക്ക് ഇവിടെ സ്റ്റേറ്റ് ആ ചോദിക്കുന്ന. കർണാടക വന്നു കഴിയുമ്പോൾ നമ്മുടെ കേരളം ഇവിടെ എടുക്കണം. നിങ്ങളുടെ ഡിസ്ട്രിക്ട് ഏതാ അത് ഇവിടെ നിങ്ങൾ കൊടുക്കണം. ഡിസ്ട്രിക്ട് നിങ്ങൾ ഇവിടെ ഡയറക്റ്റ് ഇവിടെ ആലപ്പുഴ ആയതുകൊണ്ട് ആലപ്പുഴ ഞാൻ ആലപ്പുഴ ആയതുകൊണ്ട് ഞാൻ ആലപ്പുഴ എടുത്ത്. ഇവിടെ ഹയസ്റ്റ് നിങ്ങളുടെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ ആയിട്ട് ചോദിക്കുന്നത് ഗ്രാജുവേഷൻ ഉണ്ട്, പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ട്. ഈ 2 ഓപ്ഷനേ വരത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഗ്രാജുവേഷനിലേക്ക് എടുക്കണം. കാര്യം അവർ പറയുന്നുണ്ട് 12ാം ക്ലാസ് പാസ്സായവർക്ക് അപേക്ഷിക്കാമെന്ന്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഗ്രാജുവേഷൻ തന്നെ എടുക്കുക. ടോട്ടൽ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എത്രയുണ്ടെന്നുള്ള ഇവിടെ പ്രഷറിന് അപ്ലൈ ചെയ്യാം. ഇവിടെ മെയിൻ ആയിട്ട് നിങ്ങൾക്ക് ആധാർ സൂപ്പർവൈസർ ഓപ്പറേറ്ററുടെ ആ ഒരു സർട്ടിഫിക്കറ്റ് വേണമെന്നേ ഉള്ളൂ, വേറെ ഒരു കാര്യവും ഇല്ല. അപ്പൊ നിങ്ങൾ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എക്സ്പീരിയൻസ് കൊടുക്കുക, അത് നിങ്ങൾക്ക് പ്രിഫറൻസ് കിട്ടും. റെസിഡന്റ് ഓഫ് നിങ്ങളുടെ ഏത് സ്റ്റേറ്റിലാണ് നിങ്ങളുടെ വീട്. റെസിഡന്റ് ഓഫ് സ്റ്റേറ്റ് ആ ചോദിക്കുന്നത്. റെസിഡന്റ് ഓഫ് സ്റ്റേറ്റ് ഇവിടെ നമ്മുടെ കേരള തന്നെ എടുക്കണം. ഇവിടെ നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ കേരള എടുക്കണം. കേരളത്തുകാരാണെങ്കിൽ അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റിലാണ് നിങ്ങൾ അത് എടുക്കണം. റെസിഡന്റ് ഓഫ് ഡിസ്ട്രിക്ട് നിങ്ങൾ ഏത് ഡിസ്ട്രിക്ട് ആണെന്നുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ ആലപ്പുഴ, ഞാൻ ആലപ്പുഴ എടുത്തോണ്ട് മേളിൽ നിങ്ങൾ ആലപ്പുഴ എടുത്തെങ്കിൽ ഇത് ആലപ്പുഴ തന്നെ എടുക്കുക. ഇവിടെ നിങ്ങളുടെ റെസ്യൂം അപ്ലോഡ് ചെയ്യണം. അത് വലിയ കാര്യമൊന്നുമില്ല. നിങ്ങൾ ഏത് റെസ്യൂം ആയിക്കോട്ടെ, നിങ്ങളുടെ ആ ഒരു നിങ്ങൾ നോർമലായിട്ട് ഉണ്ടാക്കിയതാണെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ ഇവിടെ റെസ്യൂം നിങ്ങൾ സെലക്ട് ചെയ്യണം. ആധാർ സൂപ്പർവൈസർ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഇതാണ് ഞാൻ പറയുന്നത് എപ്പോഴും മെയിൻ കാര്യം. ഇത് നിങ്ങൾ മെയിലാണോ ഫീമെയിലാണോ എന്ന് കൊടുത്തിട്ട് ഇവിടെ ആധാർ കാർഡ് സൂപ്പർവൈസറിന്റെ ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. ഇത് നിങ്ങൾ ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇതിന് അപ്ലൈ ചെയ്ത് കിട്ടിയിട്ടേ നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിന് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ കാണുന്ന ക്യാപ്ച കൊടുത്ത് നിങ്ങൾ സബ്മിറ്റ് ചെയ്താൽ മതി. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. വളരെ നല്ല വേക്കൻസിയാണ്. ഞാൻ വീണ്ടും ഈ വീഡിയോ ഇടുന്ന എനിക്ക് നോട്ടിഫിക്കേഷൻ വരുന്ന അനുസരിച്ച് ഞാൻ ഇടുന്നത് നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ്. കാര്യം നിങ്ങൾ 12ാം ക്ലാസ് പാസ്സായി, ഗ്രാജുവേറ്റ് പാസ്സായി, നിങ്ങൾക്ക് ജോലിയൊന്നുമില്ല, നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളവർ ആ കൂട്ടത്തിൽ ഇതിനൂടെ ശ്രമിക്കണം. നിങ്ങൾ ഇതിനു വേണ്ടി ശ്രമിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. നിങ്ങൾക്ക് നല്ല കാര്യം നിങ്ങൾക്ക് ആ ഈ സൂപ്പർവൈസറുടെ അല്ലെങ്കിൽ LML സർട്ടിഫിക്കറ്റ് എങ്ങനെ കിട്ടുമെന്ന് നിങ്ങളുടെ അടുത്തുള്ള CSE അക്ഷയ ചോദിച്ചാൽ അവർക്ക് അത്ര കാര്യമായിട്ട് അറിയത്തില്ല. അവിടെ കൂടുതൽ എംപ്ലോയി ഉണ്ട്, അവർക്ക് കൂടുതൽ വർക്കുണ്ട്. അപ്പൊ അവർ ഇതിനെപ്പറ്റി അത്ര ഗൗനിക്കത്തില്ല. നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള CSE അവിടെ പോയി ചോദിക്കണം, ഇതെങ്ങനെ LML സർട്ടിഫിക്കറ്റ് കിട്ടുമോ, എനിക്ക് കിട്ടാൻ. അവർക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടാക്കി തരാൻ കഴിയും. അവരെന്തെങ്കിലും കൈമണി ചോദിക്കുകയാണെങ്കിൽ 10, 200, 500 നിങ്ങൾ കൊടുക്കണമെങ്കിൽ കൊടുത്ത് ഈ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എന്നിട്ട് അവിടുന്ന് കിട്ടുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ കമന്റ് ചെയ്യുക, ഞാൻ കാര്യം പറഞ്ഞു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക് ആൾ ഓഫ് യു.